ഉടനെ തുടങ്ങാൻ പോകുന്ന ബിഗ് ടി വിയുടെ ചീഫ് എഡിറ്ററായിട്ട് സുജയ പാർവതി നിയമിതയായി. അത് അവർക്ക് പ്രതിമാസം 10 ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് മറുനാടൻ്റെ റിപ്പോർട്ടിൽ പറയുകയും ചെയ്തു. അപ്പോൾ വളരെ സന്തോഷം. മാധ്യമപ്രവർത്തകർക്ക് ഇത്രയും വിലയൊക്കെ ഉണ്ടെന്നുള്ളത് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അങ്ങനെ വേണം മാധ്യമപ്രവർത്തനം ഒരു മത്സര രംഗമാവുകയും ഈ പത്രപ്രവർത്തകർക്ക് വലിയ നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യുന്നത് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ കാലത്ത് മനോരമ വിട്ടാൽ പിന്നെ വേറെ മാതൃഭൂമിക്കാരെടുക്കുകയില്ല. കാരണം മനോരമയും മാതൃഭൂമിയും തമ്മിലൊരു കരാറുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് പോകുന്നവരെ അവിടെയും അവിടുന്ന് ചാടുന്നവരെ ഇവിടെയും എടുക്കില്ല എന്നൊരു കരാറുണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴത് മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അവസ്ഥയുണ്ട്. പത്രക്കാർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ. അവരാ കിടക്കുന്നിടത്ത് കിടക്കും. അപ്പോൾ പിന്നെ കാര്യമായ പ്രൊമോഷനൊന്നും കൊടുക്കാതെ അവർ വേറെ വഴിയില്ല എന്ന് മാനേജ്മെൻറ്റിന് അറിയാം. അപ്പോൾ ആൾക്കാരെല്ലാം മാറിയിരിക്കുന്നു എന്നാണ് ഇത് തെളിയിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെ വേറെയും ചില കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. ഈ സുജയ പാർവതിയെ എനിക്ക് ഇവിടെ ഏതാനും മാസം മുമ്പ് ന്യൂജേഴ്സിയിലെ എഡിസണിൽ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ സമ്മേളനത്തിൽ വന്ന ഒരു നേരിയ പരിചയം അത്രയേ ഉള്ളൂ. അതേസമയം തന്നെ അവരെ ടി വിയിൽ കണ്ടുള്ള പരിചയം. ഈ 24 ന്യൂസിലായിരിക്കെ BJPയുടെ ഒരു സമ്മേളനത്തിന് എന്തോ പരിപാടിയിൽ പങ്കെടുത്തു. അതിൻ്റെ പേരിൽ ശ്രീകണ്ഠനാരുമായിട്ട് ഒക്കെ പിണക്കത്തിലായി. അതിൻ്റെ പേരിൽ അവിടം വിട്ടു. പിന്നീട് റിപ്പോർട്ടർ ചാനലിൽ ചെന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്നത്. പിന്നെ അവരുടെ ഫാമിലിയെ പറ്റിയും കുറച്ചറിഞ്ഞു. പിതാവാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. കാരണം അമ്മയില്ലായിരുന്നു. അങ്ങനെ എന്തോ പ്രശ്നങ്ങളൊക്കെ. എന്തായാലും ചങ്ങനാശ്ശേരിക്കാർ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ അവർ ചീഫ് എഡിറ്റർ ആകുന്നതിന് സന്തോഷമേ ഉള്ളൂ. അതേസമയം തന്നെ ഒരു ചീഫ് എഡിറ്റർ എന്ന് പറയുമ്പോൾ ഒരു തലയിച്ചിരി നരച്ച ഒരാളല്ലേ വേണ്ടത് എന്നൊരു സംശയം വരാതെയും ഇരിക്കുന്നില്ല. കാരണം കുറേയേറെ പരിചയവും പക്വതയും അറിവുമുള്ള ഒരാളാണ് ചീഫ് എഡിറ്ററുടെ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. അങ്ങനെയുള്ളവരാണ് ഇരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കല്പം. അങ്ങനെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ക്രിയേറ്റിവിറ്റിയും കഴിവും ചെറുപ്പക്കാരിലായിരിക്കും. ചിലപ്പോൾ ചെറുപ്പക്കാരിലാണ് കൂടുതലുള്ളത്. അവർക്കാണ് പുതിയ ആശയങ്ങളുള്ളത്. പുതുതായിട്ട് എടുത്തിയാടി ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ചെറുപ്പക്കാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ തലപ്പത്ത് വരുന്നത് ഒട്ടും മോശമായ ഒരു കാര്യമല്ല. പക്ഷേ അതേസമയം തന്നെ അവർക്കൊരു നിയന്ത്രണം ഉണ്ടാവുന്നതും നല്ലതാണ്. അതാണ് എപ്പോഴും ഈ ചീഫ് എഡിറ്ററും അങ്ങനെയുള്ള ആളുകൾ ഒക്കെ സാധാരണ പത്രങ്ങളിലുമൊക്കെ ഒക്കെ ചെയ്യുന്നത്. അവരൊരു നിയന്ത്രണം ആയിട്ട് നിൽക്കും. അപ്പോൾ എന്തായാലും ഈ നിയന്ത്രണമൊന്നും ഇല്ലാതെ ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ട് വരുന്നു. അത് ഇത്രയും വലിയ ശമ്പളമൊക്കെ ഇവർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇവരുടെ കൂടെയുള്ളവർക്കും കിട്ടുന്നു. അപ്പം കാര്യപ്പെട്ട പത്രക്കാരൊക്കെ അങ്ങോട്ട് ചാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ബിഗ് ടി വി എന്ന് പറയുന്നത് അത് കേരളത്തിന് പുറത്തുള്ള ഏതോ ഗ്രൂപ്പാണ് അതിൻ്റെ ആളുകൾ തെലുങ്കാനയിലോ മറ്റുള്ള ഏതോ ഗ്രൂപ്പാണത് ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടി വി ഇവിടെ വരേണ്ട വല്ല കാര്യമുണ്ടോ? അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? ഇവിടെ ഒരു സ്ലോട്ടുണ്ടോ? വാസം പറഞ്ഞാൽ ഈ പുതിയതായിട്ടൊരു ടി വിക്ക് എന്തെങ്കിലും ഒരു സ്ലോട്ട് ഇവിടെ ഉണ്ടോ? ഇവിടെ ആകപ്പാടെ ടി വിയുടെ അതിപ്രസരമാണ്. ആവശ്യത്തിൽ കൂടുതൽ ടി വി കേരളത്തിലുണ്ട്. അത് നല്ല കമ്പനികൾ മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള ഏഷ്യാനെറ്റും അടക്കമുള്ള ഈ മാന്യമായി നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പുറമേ മറ്റ് സ്ഥാപനങ്ങൾ പുതിയതായിട്ട് ചാടിക്കയറി വന്നിരിക്കുന്ന 24 റിപ്പോർട്ടർ ഇങ്ങനെയുള്ള ചാനലുകൾ, ഇതിൻ്റെ എല്ലാ ഇടയ്ക്ക് പുതിയൊരു ചാനലിൻ്റെ ഒരു പ്രസക്തി എന്താണ്? അതിൻ്റെ ഒരു ആവശ്യം എന്താണ്? ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവർ ആള് കളിക്കാനായിട്ടോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടുകൂടി ഇവർ രംഗത്ത് വരുന്നു. അപ്പോൾ അതാണ് നമ്മൾ സന്ദേഹത്തോടെ നോക്കുന്നത്. കാരണം ഇങ്ങനെയൊരു ആവശ്യമില്ലാത്തൊരു സ്ഥലത്ത് ആവശ്യമില്ലാത്തൊരു ചാനൽ ഇവിടെ കൊണ്ടുവരുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ഇരിക്കുന്നത്? എന്ത് പുതുമയാണ് ഇവർ കൊണ്ടുവരാൻ പോകുന്നത്? ഈ ഒരേ കാര്യങ്ങൾ തന്നെ ഒരേ ചാനൽ മറ്റ് ചാനലുകളിൽ വരുന്ന അതേ കാര്യങ്ങൾ തന്നെ ചർവണം ചവച്ചത് തന്നെ വീണ്ടും ചവയ്ക്കുക. അതേ കാര്യങ്ങൾ തന്നെ ചവച്ചുകൊണ്ടിരിക്കുക വീണ്ടും. ഇതല്ലാതെ പുതിയൊരു കാര്യം കൊണ്ടുവരാനായിട്ട് ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? പുതിയ എന്തെങ്കിലും ഇതില്ലെങ്കിൽ പിന്നെ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ആവശ്യം എന്താണ്? ഇങ്ങനെ ഒരു ടി വിയുടെ ആവശ്യം എന്താണ്? ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ടി വിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അപ്സ്റ്റാർട്ടായിട്ട് വന്നിരിക്കുന്ന ചില ചാനലുകൾ എത്ര വർഷം അത് നിലനിൽക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5-10 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് താഴോട്ട് പോയിക്കോളും. അങ്ങ് തന്നെ അപ്രത്യക്ഷമായിക്കോളും. കാരണം ഇത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയില്ലെങ്കിൽ, ഒരു സ്ഥാപനം ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയില്ലെങ്കിൽ അത് തകർന്നു പോകും. അപ്പോൾ നേരെ മറിച്ച് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏഷ്യാനെറ്റ് അതൊരു എസ്റ്റാബ്ലിഷ്മെൻ്റായി മാറി. മനോരമ, മാതൃഭൂമി, ഈ മീഡിയ വൺ, ജനം TV ഇതൊക്കെ നിലനിൽക്കും. നേരെ മറിച്ച് മറ്റ് ചാനലുകളൊക്കെ കുറേ കഴിയുമ്പം അതിൻ്റെയൊക്കെ ഗ്യാസ് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ ഈ വെബ്സൈറ്റുകളെ പറ്റിയാണ്. ന്യൂസ് വെബ്സൈറ്റുകൾ. ഈ മലയാളിയാണ് ആദ്യകാലത്ത് തുടങ്ങിയത്, ആദ്യകാലം മുതലുള്ളത്. അപ്പോൾ ഈ മലയാളിയെ അനുകരിച്ച് ഈ മലയാളിയിൽ എന്തൊക്കെയുണ്ടോ അത് വേറെ അതേ കാര്യങ്ങൾ തന്നെ
പിന്നെ മറ്റ് വെബ്സൈറ്റുകളിലും കൊടുത്തുകൊണ്ട് പല വെബ്സൈറ്റുകളും വന്നു. അപ്പോൾ ഈ മലയാളി ഉള്ളപ്പോൾ അതേ സാധനം തന്നെ എടുത്ത് മറ്റുള്ളിടത്തും കൊടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അത് ചിലരെ ആണെങ്കിൽ പച്ചയ്ക്ക് മോഷ്ടിച്ച് ഈ മലയാളിയിൽ വന്ന് അതേപടി മോഷ്ടിച്ച് അവരുടെ സൈറ്റുകളിൽ കൊടുക്കുന്നു. വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഒരു പുതിയ ആശയം കൊണ്ടുവരിക, എന്തെങ്കിലും പുതിയ ഒരു പങ്ക്തി തുടങ്ങുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് പുതിയതായിട്ട് ആളുകളെ വായനക്കാരെ കൊണ്ടുവരുന്നതിന് പകരം ഈ മലയാളിയിൽ നിന്ന് മോഷ്ടിച്ച് അവിടെ കൊടുത്തിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതേ കാര്യം തന്നെയാണ് ഈ നാട്ടിലെ ചാനലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു വാർത്ത, ഏതെങ്കിലും പത്രം, ഏതെങ്കിലും ഒരു ചാനൽ ബ്രേക്ക് ചെയ്താൽ ഉടൻ മറ്റ് ചാനലുകൾ അതിൻ്റെ പുറകെ പോയി. അതല്ലാതെ പുതിയതായിട്ടൊന്നുമില്ല, സ്വന്തമായിട്ടൊന്നുമില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു ചാനലിലൂടെ വന്നിട്ട് ഈ ചർവണം പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരുന്ന ഒരു ദുര്യോഗമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ സുജയ പാർവതിയോ ഒന്നും വലിയ ഒരു ഗ്രേറ്റ് ജേർണലിസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിളുപിള കുറേ വർത്തമാനം പറയും, അത് ഉറപ്പിച്ച് പറയും, തറപ്പിച്ച് പറയും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു വലിയ മെച്ചം. പിന്നെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിലെ 2-3 പേരെ പറ്റി എനിക്ക് വലിയ അഭിപ്രായമാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ PhD വൈലോപ്പള്ളി തെറ്റിച്ച് പറഞ്ഞ പേര് ഞാൻ പെട്ടെന്നങ്ങ് മറന്നു. അപ്പം അവർ പറയുന്ന ആ ചിന്താചരവും അവർ പറയുന്നത് ഇത്രയും തറപ്പിച്ച് ആധികാരികമായിട്ട് പറയാൻ വേറെ ആർക്കും കഴിയില്ല. അതിശയം തോന്നും ഒരു കാര്യം പറയുന്നത് എത്ര ഉറപ്പിച്ച്, എത്ര ശക്തമായിട്ടാണ് അവർ പറയുന്നതെന്ന്. അതുപോലെ വേറൊരാളാണ്, അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നില്ല. അതുപോലെ മറ്റൊരാളാണ് ജെയ്ക്ക് തോമസ്, നമ്മുടെ SFIയുടെ നേതാവായിരുന്നു, സ്ഥാനാർത്ഥിയൊക്കെ ആയിരുന്നു. അങ്ങേര് പറയുന്നത് എന്താണെങ്കിലും എന്ത് മണ്ടത്തരമാണെങ്കിലും അത് ഉറപ്പിച്ച് തറപ്പിച്ച് പറയും. പിന്നെ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത് മാധു സജിയാണ്, മാതൃഭൂമിയിൽ നിന്ന്. അവരിപ്പം റിപ്പോർട്ടറിലേക്ക് പോയിരിക്കുന്നു ഈ മാറ്റങ്ങൾക്കിടയിൽ എന്ന്. അവരും ഈ പറയുന്ന ഉറപ്പിച്ച് അങ്ങ് തറപ്പിച്ച് പറയും, അങ്ങനെയുള്ള ആളുകൾ എന്നൊക്കെ. അല്ലാതെ ഇവർ ഈ പുതിയതായ ഒരു ആശയങ്ങളോ പുതിയതായ ഒരു കാര്യങ്ങളോ കൊണ്ടുവരാനായിട്ട് ഇവർക്കാർക്കും കഴിഞ്ഞതായിട്ട് തോന്നുന്നില്ല. ആകപ്പാടെ ഈ രംഗത്തൊരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത് ശ്രീകണ്ഠൻ നായർക്കാണ്. ശ്രീകണ്ഠൻ നായർ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. അത് ആ സമയത്ത് വരെ അങ്ങനെ ഒരാൾക്ക് ഒരു ചാനൽ തുടങ്ങാൻ കഴിയുമെന്നും അത് വിജയിപ്പിക്കാൻ കഴിയുമെന്നും ആരും വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ അദ്ദേഹം അത് തുടങ്ങുകയും വിജയിപ്പിക്കുകയും ചെയ്തു, ഇതുവരെ വിജയിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ടാണ് റിപ്പോർട്ടർ ചാനലൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പാത പിടിച്ചാണ് പുതിയൊരു ചാനലിലൂടെ വരുന്നത്. അപ്പോൾ ഇത്രയധികം ചാനലുകളും ഇത്രയധികം കാര്യങ്ങൾ ആകപ്പാടെ ഇത്തിരി പോകുന്ന ഒരു കേരളമാണ്. കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ഇത്രയധികം വാർത്തകളൊക്കെ ആർക്കാണ് വേണ്ടത് എന്ന് മാത്രമല്ല, ആളുകളെല്ലാം ഈ TV-യിൽ നിന്നും ഈ വെബ്സൈറ്റുകളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും എല്ലാം മാറിപ്പോയിരിക്കുന്നു. അവർക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വാട്സാപ്പിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇൻസ്റ്റൻറ്റ് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡും. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ ഒരുപാട് പണം മുടക്കി ഒരു ചാനലിലൂടെ വരുന്നെന്ന് പറഞ്ഞാൽ അതിന് എത്ര ഭാവി ഉണ്ടാവും നമ്മൾക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവരെന്ത് പുതുമയാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് നമുക്കറിയേണ്ടത്. വെറുതെ ഒരു ചാനൽ നമുക്ക് ആവശ്യമില്ല. എന്തെങ്കിലും പുതുമ കൊണ്ടുവരിക. അതിന് കഴിവില്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുക.